ഇന്നത്തെ വീഡിയോയുടെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, 4 ലക്ഷം രൂപ താഴെയുള്ള വണ്ടികൾ മാത്രമേ ഉള്ളൂ. എല്ലാം 4 ലക്ഷം രൂപയുടെ നമുക്കൊരു 3.5 ലക്ഷം രൂപയ്ക്ക് കൊടുത്തേക്കാം. മോഡൽ കൂടി പറഞ്ഞു 2015 VDI വണ്ടി വന്നിട്ട് നമുക്കൊരു ഓഫർ റേറ്റിന് കൊടുക്കാം. 3.5 ലക്ഷം രൂപ സിംഗിൾ ഓണർ പെട്രോൾ വേരിയന്റ് ആണ്. ഇത് സ്പോർട്സ് വേരിയന്റ് തന്നെ. ഇത് നമുക്ക് ഒരു റീസണബിൾ റേറ്റിനെക്കാട്ടും കുറച്ച് കൊടുത്തേക്കാം. CNG അഡീഷണൽ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് നല്ല മൈലേജ് ഉണ്ടാവും വണ്ടിക്ക്. ഒറ്റ വണ്ടിക്കും ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ല. 60,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ജെന്യൂൻ കിലോമീറ്റർ കമ്പനി സർവീസ് റെക്കോർഡുള്ള വണ്ടി കേട്ടോ. ഡീസൽ 4 വീൽ ഡ്രൈവ് വണ്ടി. 4x4 ആണ്. വില വന്നിട്ട് നമുക്ക് 1.25. 1.25. നോ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. പക്ക ജെന്യൂൻ സിംഗിൾ ഓണർ വണ്ടി, കമ്പനി സർവീസ്. യൂബർ അറ്റാച്ച്ഡ് CNG ടാക്സി 2,85,000 രൂപ കൊടുക്കാം. 2.85 ഫൈനൽ റേറ്റ് ആണ്. പെട്രോൾ അല്ലേ ഇത് ഡീസൽ. ഒരു വലിയ ഫാമിലിക്കൊക്കെ പറ്റിയ വണ്ടിയാണ്. അതും നമുക്ക് വില എന്ന് പറയുന്നത് 2,70,000 രൂപ കൊടുത്തേക്കാം. ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇസ്മി അരുൺ. ഞാനിപ്പോൾ ഉള്ളത് കാറക്സിന്റെ ഷോറൂമിലാണ്. കാറക്സിന്റെ കഴിഞ്ഞ ഷോറൂം നമ്മൾ കഴിഞ്ഞ ഷോറൂം പുതിയ ഷോറൂം അല്ലേ? പുതിയ ഷോറൂം ആലുവയിൽ ചെയ്തായിരുന്നു. അതിന് നല്ല റെസ്പോൺസ് ഉണ്ടായിരുന്നു. അതെ, നല്ല രീതിയിൽ റെസ്പോൺസ് ഉണ്ടായിരുന്നു. അപ്പോൾ കാറക്സിൽ 2 ഷോറൂം ഉണ്ട്. രണ്ടും വരുന്നത് എറണാകുളം ജില്ലയിൽ തന്നെയാണ്. ഒന്നുള്ളത് കളമശ്ശേരിക്ക് അടുത്ത് കങ്ങരപ്പടിയിലും, മറ്റേത് ആലുവയിൽ ചാലക്കൽ എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പോൾ ഇതിപ്പോ നമ്മുടെ ആദ്യത്തെ ഷോറൂം ഇതാണ്. തുടങ്ങിയത് ഇവിടെ നിന്നാണ് എല്ലാത്തിനും തുടക്കം. ഇന്നത്തെ വീഡിയോയുടെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, 4 ലക്ഷം രൂപ താഴെയുള്ള വണ്ടികൾ മാത്രമേ ഉള്ളൂ. എല്ലാം 4 ലക്ഷം രൂപയുടെ ഒരു വണ്ടി മാത്രം 4.5 ലക്ഷം രൂപ. ഒരു വണ്ടി 4.5. പോട്ടെ, അത് കൂടണ്ട നമുക്ക്. ബാക്കിയെല്ലാം സാധാരണക്കാർക്ക് പറ്റിയ വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമ്മുടെ കൂടെ ഉള്ളത് കാറക്സിന്റെ മുതലാളി രഞ്ജു ആണ്. ഇതുപോലെ കഴിഞ്ഞ വീഡിയോ എങ്ങനെയുണ്ട്? റെസ്പോൺസ് നല്ല രീതിയിൽ റെസ്പോൺസ് ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് വണ്ടി അങ്ങോട്ട് തുടങ്ങാം അല്ലേ? ബാക്കി കാര്യങ്ങളെല്ലാം ഇടയിൽ പറയാം. ഒരു i20 ഇവിടെ കിടപ്പുണ്ട്. അതിൽ നിന്ന് തന്നെ നമുക്ക് ഐശ്വര്യമായിട്ട് തുടങ്ങാം. 2013 സിംഗിൾ ഓണർ ഉണ്ട് കേട്ടോ. ഓക്കെ, 2013 സിംഗിൾ ഓണർ പെട്രോൾ വേരിയന്റ് ആണ്. ഇത് സ്പോർട്സ് വേരിയന്റ് തന്നെ. അത്യാവശ്യം നല്ല ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നമുക്കത് CNG അഡീഷണൽ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് നല്ല മൈലേജ് ഉണ്ടാവും വണ്ടിക്ക്. കമ്പനി ചെയ്തതല്ല, പുറത്തുനിന്ന് കസ്റ്റമർ ചെയ്തേക്കണതാണ്. അതിന്റെ പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ RCയിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. CNG ഉള്ള വണ്ടിയാ. അപ്പൊ നല്ല മൈലേജ് ആയിരിക്കും. പെട്രോൾ മാനുവൽ വിത്ത് CNG. അതെ. പണ്ടത്തെ പോലത്തെ LPG അല്ല ഇത് CNG ആണ്. അത് പ്രത്യേകം പറയണം. ആൾക്കാർ വിചാരിക്കും LPG വണ്ടിയാണ് കൊള്ളൂലെന്നൊക്കെ പറയും. അപ്പൊ ആൾക്കാർ വേറെ എക്സ്ട്രാ കാശ് കൊടുത്ത് ചെയ്യണതാണ് CNG. ലാഭത്തിന് വേണ്ടി നല്ല മൈലേജ് ഉണ്ടാവും. അപ്പൊ ഇത് എത്ര ഓടി ഉണ്ടെന്ന് പറഞ്ഞത്? ഇത് വരുമ്പോഴേക്ക് 1,10,000 കിലോമീറ്റർ ഓടിയേക്കണം. 1.10 ഓടിയിട്ടുണ്ട്. CNG ഉള്ള കാരണം അവരെങ്ങനെ ഓടിച്ചൂല്ലേ? 1.10. ഓക്കെ, അപ്പൊ ഇതിന്റെ വില ഇത് വന്നിട്ട് നമുക്കൊരു 2,10,000 രൂപ കൊടുക്കാം. 2.10. 2013 സ്പോർട്സ്. ഇതൊക്കെ വില കുറച്ചിട്ട് 3-3.5 മാർക്കറ്റുള്ള വണ്ടിയാണ്. നമ്മൾ 2.10 ചോദിച്ചിട്ടുള്ളൂ. എന്തെങ്കിലുമൊക്കെ ചെറിയ രീതിയിൽ അഡ്ജസ്റ്റ്മെന്റുകൾ ഉണ്ടാവും കേട്ടോ. പിന്നെ വണ്ടിയുടെ ക്വാളിറ്റി CNG ഒക്കെ ഉള്ള മൈലേജ് ഉള്ള നല്ലൊരു വണ്ടി. ആക്സിഡന്റോ റീപ്ലേസ്മെന്റോ ഒന്നുമില്ല കേട്ടോ. അത് ഇന്നത്തെ വീഡിയോയിൽ ഒറ്റ വണ്ടിക്കില്ലല്ലോ. ഒന്നുമില്ല, ഒരു വണ്ടിക്കില്ല. ഒറ്റ വണ്ടിക്കും ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. അതുകൊണ്ട് നമ്മൾ എടുത്തെടുത്ത് പറയുന്നതായിരിക്കില്ല. അപ്പോൾ ഇതിന്റെ ഡീറ്റെയിൽസ് ഇതൊക്കെയാണ്. ഇതിന്റെ ഇന്റീരിയർ കാണിച്ചോളാം. ഓക്കെ. അപ്പോൾ അടുത്തൊരു ഫിഗോ. ഇത് വന്നിട്ട് 2013 തന്നെ ഡീസൽ വണ്ടിയാണ്. ഓക്കെ, സെക്കൻഡ് ഓണർഷിപ്പില് 1,25,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഓക്കെ, വേറെ വണ്ടി വേറെ കുഴപ്പമൊന്നുമില്ല. സീറ്റ് കവർ ആണെങ്കിലും കാര്യങ്ങളും വേറെ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. നമുക്ക് ഇതൊരു 1,15,000 രൂപ. 1.15 ആണ് ചോദിക്കുന്ന വില അല്ലേ? ഇതിന് ഫിനാൻസ് കയറുന്ന വണ്ടിയല്ലേ? 2013 രണ്ടിനും ഫിനാൻസ് കയറുന്ന വണ്ടിയാണ്. 1.15 ഇത് ഫൈനൽ റേറ്റ് ആട്ടോ. ഫൈനൽ റേറ്റ് ആണല്ലേ? ഓക്കെ, എത്ര വരെ കയറും ഇതിന് നമുക്കൊരു 1 ലക്ഷം വരെ നേരത്തേക്ക് ശ്രീരാം കൊടുക്കും. കസ്റ്റമർ നല്ല പ്രൊഫൈൽ മാത്രമാണെങ്കിൽ 2 കൊല്ലത്തേക്ക് 1 കൊല്ലത്തേക്കൊക്കെ കിട്ടുള്ളൂ അല്ലേ? ഓക്കെ, അപ്പോ 1 ലക്ഷം രൂപ വരെ കിട്ടും. ചെറിയൊരു ഡൗൺ പേയ്മെന്റ് അടച്ചു കഴിഞ്ഞാൽ ഇറക്കാൻ പറ്റും അല്ലേ? അതെ. ഇതൊരു 10 രൂപ 20 രൂപ 2 ലക്ഷം രൂപ ഫിനാൻസ് കയറും പിന്നെ. ഓക്കെ, അപ്പൊ സിബിൽ ഉണ്ടായിരിക്കണം കേട്ടോ. അടുത്തത് എങ്ങോട്ട് പോകണം? മൊത്തം വണ്ടികളായതുകൊണ്ട് ഇങ്ങനെ പോവാ അല്ലേ? i10. ഇത് 2012 മോഡല്. സെക്കൻഡ് ഓണർഷിപ്പ്. 60,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ജെന്യൂൻ കിലോമീറ്റർ കമ്പനി സർവീസ് റെക്കോർഡുള്ള വണ്ടി കേട്ടോ. ഓക്കെ, ഇത് വേരിയന്റ് ഏതായിരുന്നു? ഇത് വന്നിട്ട് മാഗ്നയാണ് വേരിയന്റ്. വക്കീലിന്റെ വണ്ടിയായിരുന്നോ? അതെ, അഡ്വക്കേറ്റിന്റെ വണ്ടിയാണ്. ബാർ അസോസിയേഷന്റെ സ്റ്റിക്കർ. അതെ. അപ്പൊ ഇത് എത്ര ഓടിയുണ്ട് വണ്ടി? ഇത് 60,000 കിലോമീറ്റർ. 60,000 ഓടിയ സെക്കൻഡ് ഓണർഷിപ്പിൽ നിൽക്കുന്ന വണ്ടി. അതെ, പെട്രോൾ ആണ്. അപ്പൊ ഇതിന്റെ വില ഇത് വന്നിട്ട് നമുക്കൊരു 1,65,000 രൂപ കൊടുക്കാം. 1.65 ആണ് വില പറയുന്നത്. മോഡൽ ഏതായിരുന്നു? 2012. 12ന്
ചെയ്യാൻ പറ്റുമോ? ഫിനാൻസ് ചെറിയ 1 ലക്ഷം ഒക്കെ ചിലപ്പോ കേറിയാത്ത 2 വർഷത്തേക്കൊക്കെ അത്ര ചെയ്യാൻ പറ്റുള്ളൂ. 13 മുകളിലേക്ക് ആണെങ്കിൽ നമുക്ക് 5 വർഷം അതെ ചെയ്യാൻ പറ്റും അല്ലേ? അതെ 4 വർഷത്തേക്കൊക്കെ ചെയ്യാം. 4 വർഷമൊക്കെ ചെയ്യാൻ പറ്റും. അടുത്ത വീണ്ടും ഒരു ഐറ്റം ഇത് തന്നെ ഐറ്റനും ഇത് സ്പോർട്സ് ആണ് വേരിയന്റ്. ബാക്ക് വൈപ്പർ കാര്യങ്ങൾ 2011 വണ്ടിട്ടാ. 11 വണ്ടി. ഇത് സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാ. ഇത് വന്നിട്ട് 90,000 കിലോമീറ്റർ ഓടിയേക്കണ്. ജെന്യൂൻ കിലോമീറ്റർ ആണ് വണ്ടി. വേറെ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. നമുക്ക് ഈ വണ്ടിക്ക് നമുക്കൊരു 1,45,000 രൂപ കൊടുക്കാം. 1,45 അല്ലേ? ഇതൊക്കെ ലാസ്റ്റ് റേറ്റ് അല്ലേ? ഇതൊക്കെ എന്തെങ്കിലും ചെറിയ രീതിയിലുള്ള വിട്ടുവീഴ്ച, വലിയ പ്രതീക്ഷ ഇതാക്കരുത്. കാരണം റെഡി ക്യാഷിന് എടുക്കേണ്ടി വരും അല്ലേ? അതൊക്കെ റെഡി ക്യാഷിന് എടുക്കേണ്ടി വരും. ഇത് 2015 സിംഗിൾ ഓണർ ഡസ്റ്റർ. ഡീസലോ പെട്രോളോ? ഡീസൽ 4-wheel ഡ്രൈവ് വണ്ടി. 4-wheel ഡ്രൈവ് ആണ്. 4x4 ആണ്. 4x4 ആണ്. സിംഗിൾ ഓണർ KL07 വണ്ടി തന്നെയാണ്. വേറെ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ആഫ്റ്റർ മാർക്കറ്റ് അലോയ് ഒക്കെ ചെയ്തിട്ടുണ്ടല്ലേ? അതെ. അപ്പൊ ഇത് 85 ആണോ? ഇത് 110 ആണ്. ഡീസൽ 110 ആണ്. ഇത് വരുമ്പോഴേക്ക് നമുക്ക് 3.75 കൊടുക്കാം. ഫൈനൽ റേറ്റ് 3.25 ഫൈനൽ. 5-5.15 മാർക്കറ്റുള്ള വണ്ടി കേട്ടോ. ഫിനാൻസ് കയറുന്നതായിരിക്കും കേട്ടോ. ഫിനാൻസ് കയറും. 2012 ഡസ്റ്റർ. 2012 മോഡല്. ഓണർഷിപ്പ് തേർഡാണ്. കിലോമീറ്റർ 1,35,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. നമുക്ക് ടയേഴ്സും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല ടയറും അലോയ് വീലും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് വന്നിട്ട് ഒരു 2,60,000 രൂപ കൊടുക്കാം. 2,65. ഇതും 110 ആണോ? അതും 110. ഇതും 110 ആണ്. ഡീസൽ മാനുവൽ 110 ആണ്. 2,60,000. എന്തെങ്കിലുമൊക്കെ ചെറിയ രീതിയിൽ ചെയ്തു കൊടുക്കാം. റെഡി ക്യാഷ് എടുക്കേണ്ടി വരും. 11 അതെ 12 ആണല്ലേ? ചെയ്യാൻ പറ്റും നിങ്ങളുടെ പ്രൊഫൈൽ ഒക്കെ ആണെങ്കിൽ. ഇത് 2013-14 രജിസ്ട്രേഷൻ. 2013-14 വണ്ടി. ഇത് വരുമ്പോഴേക്കും നമുക്ക് സെക്കൻഡ് ഓണർഷിപ്പ് ആണ് വണ്ടി വന്നത്. കിലോമീറ്റർ വന്നിട്ട് 1,40,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഡീസലോ പെട്രോളോ? ഡീസലാണ്. ഡീസൽ മാനുവൽ ആണ്. അപ്പൊ വില വന്നിട്ട് നമുക്ക് 1,25. 1,15 ലക്ഷം രൂപ. 1,15 ലക്ഷം രൂപയ്ക്ക് ഇതേ വണ്ടി കിടക്കുന്നു. അടുത്തത് വന്നിട്ട് 2017 മോഡല് വെന്റോ കംഫർട്ട് ലൈൻ സിംഗിൾ ഓണർഷിപ്പ്. 1.10 ഓട്ടോ ഓടിയിട്ടുണ്ട്. വണ്ടി വന്നിട്ട് നമുക്കൊരു ഓഫർ റേറ്റിന് കൊടുക്കാം. 3.5 ലക്ഷം രൂപ 17 മോഡൽ വെന്റോ കൊടുത്തേക്കാം. 3.5 ലക്ഷം രൂപയാണ് ഈ 17 മോഡൽ വെന്റോ. നോ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. പക്ക ജെനുവിൻ സിംഗിൾ ഓണർ വണ്ടി. കമ്പനി സർവീസ്. പെട്രോൾ അല്ലേ? പെട്രോൾ മാനുവൽ ആണ് വണ്ടി. അപ്പോ ചെറിയൊരു വിലക്ക് ഇതേ കിടക്കുന്നു വെന്റോ. ഇത് നമുക്കിപ്പോ യൂബർ ഒക്കെ ഓടിക്കാൻ പറ്റണവർക്ക് യൂബർ അറ്റാച്ച്ഡ് CNG ടാക്സി. പുത്തൻ ഫിറ്റ്നസ്. 1 വർഷത്തെ പേപ്പർ എല്ലാം കഴിഞ്ഞ് ടെസ്റ്റ് ഒക്കെ കഴിഞ്ഞ് കിടക്കണ വണ്ടി. സീറ്റ് കവർ പുതിയ ചെയ്തിട്ടുണ്ട്. നല്ല വണ്ടിയാ. ഒരു യൂബർ ഓടിക്കാൻ പറ്റുന്ന ബഡ്ജറ്റ് റേഞ്ചിൽ 1,30,000 രൂപക്ക് നമുക്ക് കൊടുത്തേക്കാം. യൂബർ അറ്റാച്ച്ഡ് ആട്ടാ. CNG ഉള്ള വണ്ടി. GPS സംഭവങ്ങളെല്ലാം എല്ലാം ഉണ്ട്. ഇനിയിപ്പോ ഒരു പേപ്പർ ഭാഗം നോക്കണ്ട. വെറുതെ പേര് മാറ്റി വണ്ടി ഓടിച്ചാൽ മാത്രം മതി. ഇത് LXI ഏതായത്? ഇത് വന്നിട്ട് LXI പെട്രോൾ വിത്ത് CNG ആണ്. എത്ര ഓടിയിട്ടുണ്ടാവും വണ്ടി? ഓട്ടം 1.10 ടാക്സി ആകുമ്പോൾ ഓടിയിട്ടുണ്ടാവും. 1.10 ഓടിയിട്ടുണ്ട്. അപ്പൊ വില നമ്മൾ പറഞ്ഞില്ലേ? അതെ എത്രയെന്ന് പറഞ്ഞാൽ 1,30,000. അടുത്ത പോളോ 2014 സിംഗിൾ ഓണർ വണ്ടി. 1.10 ഓട്ടം. ജെനുവിൻ കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. 14 മോഡൽ ഉണ്ട്. 2,80,000 രൂപ കൊടുക്കാട്ടാ. 2.85 ഫൈനൽ റേറ്റ് ആണ്. പെട്രോൾ അല്ലേ ഇത്? ഇത് ഡീസൽ 14 മാനുവൽ സിംഗിൾ ഓണർ വണ്ടി. 2.85 ഫൈനൽ റേറ്റ് അല്ലേ? ഇതിനും ഫിനാൻസ് കയറുമല്ലോ? ഇതിനും ഫിനാൻസ് കയറും. അടുത്ത ലോഡ്ജി. ഇത് 2015 സിംഗിൾ ഓണർ. 2015 സിംഗിൾ ഓണർ വണ്ടി. 1,30,000 കിലോമീറ്റർ ആണ് വണ്ടി ഓടിയേക്കുന്നത്. വേറെ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. പെട്രോൾ ആണോ? ഡീസലാണ്. 8 സീറ്റർ വണ്ടിയാ. ഒരു ഫാമിലി, വലിയ ഫാമിലിക്കൊക്കെ പറ്റിയ വണ്ടിയാ. അതും നമുക്ക് വില എന്ന് പറയുന്നത് 2,70,000 രൂപ കൊടുത്തേക്കാം. 2.25 ലക്ഷം രൂപ 8 സീറ്റർ. അതും നല്ല വണ്ടിയാട്ടാ. ഒരു പെയിന്റിങ്ങോ കാര്യങ്ങളോ ഒന്നും ചെയ്യണ്ട. ബോഡി ക്വാളിറ്റി ഒക്കെ ഉണ്ട്. നീറ്റ് വണ്ടി. അടുത്തൊരു എത്തിയോസ്. ഇത് വെറും 75,000 കിലോമീറ്റർ കമ്പനി സർവീസ് ഉള്ള വണ്ടി. ടൊയോട്ടയിലെ ഹിസ്റ്ററി ഉള്ള വണ്ടി കേട്ടോ. മോഡൽ ഏതാ? 2011 വണ്ടി. 11 വണ്ടി വെറും 75,000. വളരെ ലോ കിലോമീറ്റർ ആണ് മോഡൽ വെച്ച് പറയുമ്പോൾ. ഓണർഷിപ്പ് ഏതാ? ഓണർഷിപ്പ് വന്നിട്ട് സെക്കൻഡ് ഓണർഷിപ്പ്. ഡീസൽ ആണോ? പെട്രോൾ വണ്ടി. നമുക്ക് ഇത് വന്നിട്ട് 2,10,000 രൂപ കൊടുത്തേക്കാം. 2.10 ഒറിജിനൽ കേരള എത്തിയോസ്. കോട്ടയം രജിസ്ട്രേഷൻ. അതെ. അടുത്തത് ഒരു സിയാസ് ഡീസൽ. ഇത് നമ്മൾ റേറ്റ് കുറച്ചല്ലേ ഇട്ടിരിക്കുന്നത്? ഇത് നമുക്ക് ഒരു റീസണബിൾ റേറ്റിനെക്കാട്ടും കുറച്ച് കൊടുത്തേക്കാം അല്ലേ? വെറും ഡീസൽ സിയാസ് നമുക്കൊരു 3.5 ലക്ഷം രൂപക്ക് കൊടുത്തേക്കാം. മോഡൽ കൂടി പറഞ്ഞു. 2015 VDI
ഹൈബ്രിഡ് വണ്ടി കേട്ടോ. 15 വണ്ടി 3.5 ലക്ഷം. ആ, വേറെ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. റേറ്റ് ഒക്കെ കുറച്ച് നമ്മൾ കൊടുക്കുകയാണ്. നീറ്റ് വണ്ടി കേട്ടോ. പെയിന്റ് ക്വാളിറ്റി ഉണ്ട്, ബോഡി ക്വാളിറ്റി ഉണ്ട്, വേറെ പ്രശ്നമൊന്നുമില്ല. ആക്സിഡന്റ് ആയ വണ്ടിയല്ല. ഫിനാൻസ് കയറില്ല ഇതിന്? ഫിനാൻസ് കയറും. കുഴപ്പമൊന്നുമില്ല. 3.5 ലക്ഷം രൂപയും ഫിനാൻസ് കയറും വണ്ടിക്ക്. ഫുൾ ഫിനാൻസ് കയറാൻ സാധ്യത. ഫിനാൻസ് കയറും. അടുത്തൊരു സിറ്റി. ഇത് 2015 55,000 കിലോമീറ്റർ ആട്ടോ വണ്ടി ഓടിയിട്ടുള്ളൂ. വെറും 55,000 കിലോമീറ്റർ. പെട്രോൾ ഡീസലോ? ഇത് പെട്രോൾ വണ്ടി. പെട്രോൾ മാനുവൽ. എത്ര ഓടി ഉണ്ടാവും? ഓടിയേക്കണ 55,000 കിലോമീറ്റർ. ഓണർഷിപ്പ് VX സെക്കൻഡ് ഓണർഷിപ്പ് കേട്ടോ. VS ആണ് വേരിയന്റ് അല്ലേ? സെക്കൻഡ് ഓണർഷിപ്പ്. നമുക്ക് ഇത് വന്നിട്ട് 4,10,000 രൂപ കൊടുത്തേക്കാം. 4,10 നമ്മൾ പറഞ്ഞ 4 മേളിൽ 4,25 അറിഞ്ഞ ഞാൻ പിന്നെ ഒരു 15 കുറച്ചിട്ടാണ് 4,10 നിങ്ങൾക്ക് വേണ്ടി ഫൈനൽ റേറ്റ് ആയിരിക്കാം പറയണേ. പിന്നെ വന്നിട്ട് ബാർഗൈനിങ് വേണ്ടല്ലോ. അപ്പൊ 4,10 കൊടുത്തേക്കാം. 4,10 കൊടുക്കാൻ പറ്റും. ഇതിനും ഫിനാൻസ് കയറുന്നതായിരിക്കും. ഇതിനും ഫിനാൻസ് കയറും. അടുത്തത് വാഗണർ. ഇത് 2015 മോഡല്. 2015 സെക്കൻഡ് ഓണർഷിപ്പ് VX വാഗണർ. നമുക്കൊരു 3,25,000 രൂപ കൊടുത്തേക്കാം. 3,400 എത്ര നമുക്ക് ഫിനാൻസ് കയറും? 3,400 നമുക്ക് ഒരു 2.5-2.60 ഫിനാൻസ് കയറും വണ്ടിക്ക് സുഖമായിട്ട്. കയറും അല്ലേ? ഒരു 50 രൂപ 60 രൂപ ഒക്കെ ഡൗൺ പേയ്മെന്റ് എടുക്കാവുന്നതാണ്. ഇതും കൂടി അങ്ങോട്ട് കഴിഞ്ഞങ്ങോട്ട് പോവാം. ഈ ഐട്ടൺ 2008 ടെസ്റ്റ് കഴിഞ്ഞ വണ്ടി. ഇനി 30 വരെ പേപ്പർ ഉണ്ടോ? അതെ 30 വരെ പേപ്പർ. അതെ 30 വരെ പേപ്പർ ഉണ്ട്. ഇത് എന്താന്ന് പറഞ്ഞാൽ 8ലെ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി കേട്ടോ. സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. 8ലെ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. എത്ര ഓടിയിട്ടുണ്ടാവും? ഇത് വന്നിട്ട് 75,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. ഇപ്പൊ ടെസ്റ്റ് കഴിഞ്ഞാൽ അവര് പുതിയ വണ്ടി എടുത്തപ്പോ നമുക്ക് പഴയ വണ്ടി വന്നാ. അപ്പൊ ഇത് വന്നിട്ട് നമുക്കൊരു 1,15,000 രൂപ കൊടുത്തേക്കാം. 1,15. 1,15 വണ്ടി ഇട്ടിരിക്കുന്നത്. റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലല്ലോ? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഒന്നും തന്നെ ഇല്ല. അടുത്തത് ഒരു ബീറ്റ്. ഇത് 2010 ടെസ്റ്റ് കഴിഞ്ഞ വണ്ടി കേട്ടോ. 2010 ടെസ്റ്റ് കഴിഞ്ഞ പെട്രോൾ വേരിയന്റ് ബീറ്റ്. ബേസ് മോഡലാണ്. LX ആണ് വണ്ടി വരുന്നത്. വേറെ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. എത്ര ഓടി ഉണ്ടാവും വണ്ടി? ഇത് വന്നിട്ട് 75,000 കിലോമീറ്റർ ഓട്ടം. 75,000 ഓടിയിട്ടുണ്ട്. ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പിൽ പെട്രോൾ വണ്ടി കേട്ടോ. പെട്രോൾ വണ്ടിയാണ്. 2 ഡോർ പവർ വിൻഡോ വരുന്നുണ്ട്. 2 ഡോർ പവർ വിൻഡോ തന്നെ വരുന്നുണ്ട്. മ്യൂസിക് സിസ്റ്റം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. വില ഇത് വന്നിട്ട് നമുക്ക് 1,35,000 രൂപ. 1,35 ഇതിന് ചോദിക്കുന്ന വില. ചെറിയ അഡ്ജസ്റ്റ്മെന്റുകളൊക്കെ നിങ്ങൾ വരുമ്പോൾ ഉണ്ടാവും. അടുത്ത സിറ്റി. ഹോണ്ട സിറ്റി 2009 ടെസ്റ്റ് കഴിഞ്ഞ വണ്ടി. സിംഗിൾ ഓണർഷിപ്പ്. ഇതിന് എന്ന് വരെ പേപ്പർ ഉണ്ട്? 30 വരെ. ഇത് 30 വരെ പേപ്പർ. 2009 വണ്ടി. ഇത് അത്യാവശ്യം ഡിമാൻഡ് ഉള്ള വണ്ടിയോ? ഇത് പെട്രോൾ വേരിയന്റ്. ഇത് നമുക്ക് വേറെ ആക്സിഡന്റ്സ് കാര്യങ്ങളൊന്നും ഇല്ല. സിംഗിൾ ഓണർഷിപ്പിലാണ് വണ്ടി നിൽക്കുന്നത്. 2009 ആണ്. പേപ്പർ ഭാഗം 30 വരെ ഉണ്ട്. നമുക്ക് ഈ വില വന്നിട്ട് ഒരു 2,10 കൊടുത്തേക്കാം. 2,10 അല്ലേ? എത്ര ഓടിയിട്ടുണ്ടെന്ന് പറഞ്ഞത്? ഇത് വന്നിട്ട് 88 ആണെന്നാണ് ജെന്യുവിൻ തോന്നണ. 88 അല്ലെങ്കിൽ 95. അതെ, കറക്റ്റ് നോക്കണം അതിൽ മീറ്ററിൽ. ഇത്രയും വണ്ടികളുള്ളതുകൊണ്ട് എനിക്കൊരു കൺഫ്യൂഷൻ. അതുകൊണ്ടാണ്. ഉറപ്പായിട്ടും വരും. അപ്പൊ ഇതിന്റെ വില 2,10. അടുത്തത് ഓൾട്ടോ. ഇത് ഓൾട്ടോയും ടെസ്റ്റ് കഴിഞ്ഞ വണ്ടിയാ. 2010 ടെസ്റ്റ് കഴിഞ്ഞ വണ്ടി. കുറെ എക്സ്ട്രാ ഫിറ്റിംഗ്സ് ചെയ്തിട്ടുണ്ട്. നോക്കിക്കഴിഞ്ഞാൽ തന്നെ അറിയാം. ഫോഗ് ലൈറ്റ്സ്, ഫ്രണ്ട് ഗ്രില്ല്, ബാക്ക് സീറ്റ് കവറൊക്കെ കണ്ട, ബക്കറ്റ് സീറ്റ് കാര്യങ്ങളൊക്കെ ചെയ്ത് സെറ്റപ്പ് ആക്കി. അതെ, ഒരു കുഞ്ഞൻ വണ്ടിയിൽ കുറെ മോഡിഫിക്കേഷൻ ചെയ്ത് വെക്കണം. ഇത് വീൽ കപ്പ് അടിപൊളി വീൽ കപ്പും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ ബാക്കിൽ സ്പോയിലർ, ഷാർപ്പിൻ ആന്റീന അങ്ങനെ അലങ്കരിച്ചിട്ടുണ്ട് വണ്ടി. 2010 എത്ര ഓടി ഉണ്ട്? 87,000 കിലോമീറ്റർ. 87,000 ഓണർഷിപ്പ് സെക്കൻഡ് ഓണർ. അപ്പൊ നമ്മൾ എത്ര വില പറയുന്നത്? 1,40 അല്ലേ? അടുത്തത് ഒരു i20. ഇത് 2012 55,000 കിലോമീറ്റർ ഓടിയ വണ്ടി. സെക്കൻഡ് ഓണർഷിപ്പ്. ഇത് എന്താന്ന് വെച്ചാൽ ഫസ്റ്റ് ഓണർക്ക് നമ്മള് ഒരു 3 കൊല്ലം മുന്നേ എടുത്ത് സെക്കൻഡ് ഓണർക്ക്, അതായത് ഇപ്പൊ ഇരിക്കുന്ന ഓണർക്ക് മാറി. അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ തന്നെ സെയിലിന് പുള്ളി അബ്രോഡ് പോയപ്പോ നമുക്ക് തിരിച്ചു വാങ്ങിച്ച വണ്ടിയാ. അതുകൊണ്ട് നമുക്ക് കിലോമീറ്ററിൽ ജെന്യൂനിറ്റി ഉണ്ട്. അപ്പൊ വണ്ടിയുടെ ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് അറിയാം. നമ്മുടെ കുറച്ച്. അതെ. ആദ്യം നമ്മൾ 3 വർഷം മുന്നേ കൊടുത്ത വണ്ടിയാ. അപ്പൊ 2012 55,000 കിലോമീറ്റർ ഓടിയ വണ്ടി. ഓണർഷിപ്പ് സെക്കൻഡ് ഓണർ. ഡീസലോ പെട്രോൾ? പെട്രോൾ മാനുവൽ ആണ്. വില 2,10 അല്ലേ? അപ്പൊ ഇനി വരുന്ന ഒരു അമേസ് പറഞ്ഞോ. 2017 മോഡൽ അമേസ്. കിലോമീറ്റർ കുറച്ച് കൂടുതൽ ഓടിയിട്ടുണ്ട്. 1,70,75,000 കിലോമീറ്റർ. ഡീസൽ സിംഗിൾ ഓണർ വേണ്ടിട്ടാ. ഡീസൽ ആയതുകൊണ്ട് കുറച്ച് ഓടിയിട്ടുണ്ട്. അതെ. അത് അതിന്റേതായ വിലക്ക് നമുക്ക് കൊടുത്തേക്കാം. എത്ര വില പറയുന്നത്? 3,25,000 രൂപ കൊടുത്തേക്കാം. 3,4 രൂപ. 3,4 രൂപയ്ക്കാണ് 17 മോഡൽ ഡീസൽ അമേസ് കേട്ടാ. 3,4. അപ്പൊ ഇതിന് ഫിനാൻസ് കയറുമല്ലോ? ഫിനാൻസ് കയറും. ഏകദേശം എത്ര വരെ കയറും?
ഏകദേശം 3 ലക്ഷം രൂപ ഫിനാൻസ് കയറുന്ന 3 വണ്ടിയാണ്. ലക്ഷം രൂപ വരെ ഫിനാൻസ് കയറുന്ന വണ്ടിയാണ്. അതെ അതെ അതെ. അപ്പൊ നമുക്ക് 2 ഷോറൂം ഉള്ളതുകൊണ്ട് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാത്ത വണ്ടികൾ അപ്പുറത്തുണ്ടാവും അല്ലേ? അതെ അതെ, അപ്പുറമുണ്ട്. അപ്പുറം ഏതൊക്കെ വണ്ടിയിലുണ്ട് ഹൈലൈറ്റ് ആയിട്ട് പറയാം? അപ്പുറം ഇപ്പൊ കുറെ പുതിയ സ്റ്റോക്കുകൾ വന്നിട്ടുണ്ട്. ZDI സ്വിഫ്റ്റ് വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ വേറെ ഫിഗോ വന്നിട്ടുണ്ട്. അവിടെയും കുറെ കുഞ്ഞൻ വണ്ടികളും കയറിയിട്ടുണ്ട്, വലിയ വണ്ടികൾ കയറിയിട്ടുണ്ട് അല്ലേ? അതെ. അപ്പൊ ഏത് വണ്ടി വേണേലും നിങ്ങൾക്ക് അറേഞ്ച് ചെയ്ത് തരുന്നതായിരിക്കും. ലൊക്കേഷൻ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ ഷോറൂം വരുന്നത് എറണാകുളം ജില്ലയിൽ കളമശ്ശേരിക്ക് അടുത്ത് കങ്ങരപ്പടിയിലാണ്. പുതിയ ഷോറൂം വരുന്ന ആലുവയിലാണ്. അപ്പോൾ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. പിന്നെ ഓൾ കേരള ഫിനാൻസ് ഉണ്ടല്ലോ? ഓൾ കേരള ഡെലിവറി എല്ലാം ഉണ്ട്. വണ്ടി വന്ന് ഇഷ്ടപ്പെട്ട് നോക്കി കണ്ട് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡെലിവറി ചെയ്ത് തരുന്നതായിരിക്കും. എക്സ്ചേഞ്ച് ഓപ്ഷൻ ഉണ്ടല്ലോ? എക്സ്ചേഞ്ച് ഓപ്ഷൻ ഉണ്ട്, ഓഫർ ഉണ്ട്. എക്സ്ചേഞ്ച് തന്നെയാണെങ്കിൽ നമുക്ക് ഓഫർ എക്സ്ട്രാ കൊടുക്കാം. അതിൽ നല്ല വണ്ടി ആയിരിക്കണം. ഇടിച്ച വണ്ടി വണ്ടി നമ്മൾ എടുക്കാറില്ല. കൊണ്ടുവരാൻ വേണ്ട. അങ്ങനെ ചെയ്യുന്ന ഷോറൂമുകൾ ഉണ്ടായിരിക്കും, പക്ഷെ നമ്മുടെ ഷോറൂം അങ്ങനത്തെ അല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ എടുക്കാറുമില്ല. പിന്നെ ഒറ്റ വണ്ടിക്കും ഇന്ന് കാണിച്ച വണ്ടികൾക്കൊന്നും ആക്സിഡന്റോ റീപ്ലേസ്മെന്റോ ഇല്ല. അതുകൊണ്ടാണ് എടുത്ത് പറയാറുള്ളത്. ചില വണ്ടികൾക്ക് നമ്മളില്ല എന്ന് പറഞ്ഞിരുന്നു. ഒറ്റ വണ്ടികൾക്കും ഇല്ല. പിന്നെ ഒന്നും പറയാനില്ല. എന്തെങ്കിലും പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ കമന്റ് ആയിട്ട് ഇടുക. ഫിനാൻസിന് വേണ്ട ഡോക്യുമെന്റ്സ് പറയുന്നത് ആധാർ കാർഡ്, പാൻ കാർഡ്, പിന്നെ ഇത്രയും വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫിനാൻസ് ചെയ്യാവുന്നതാണ്. 3-4 വർക്കിംഗ് ഡേയ്സിനുള്ളിൽ നിങ്ങൾക്ക് വണ്ടി വീട്ടിൽ കൊണ്ടുപോകാം അല്ലേ? അപ്പൊ ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. രഞ്ജു പോയിട്ട് തിരക്കുണ്ട് പുള്ളിക്ക്, അതുകൊണ്ട് നമ്മൾ വേഗം വിടുവാണ്. അടുത്ത വണ്ടികൾ ഷോപ്പ് വരുമ്പോൾ നമുക്ക് മറ്റേ ഷോറൂം ചെയ്യണ്ടേ? അത് ചെയ്യാം, അടുത്ത് തന്നെ ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ. ഓക്കെ.